അൻവർ ഉയർത്തിയ വിവാദങ്ങൾക്കിടെ ഇന്ന് CPM സെക്രട്ടേറിയറ്റ് ചേരും. പി ശശിക്കെതിരായ അൻവറിന്റെ പരാതി യോഗത്തിൽ പരിഗണിച്ചേക്കും. വിവരങ്ങളുമായി അഖിൽ പാലോട്ട് മഠം ചേരുന്നു. അഖിൽ, അൻവർ വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ് EP ജയരാജനുമായി ബന്ധപ്പെട്ട അഖിൽ ഒരു റിപ്പോർട്ട് തന്നത് കാണുന്നു. EP ജയരാജൻ ഈ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന്. കഴിഞ്ഞ ദിവസം ഒരു പൊതുപരിപാടിയിൽ CPയുമായി ബന്ധപ്പെട്ടൊരു പരിപാടിയിൽ 25 ഏതാണ്ട് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനു ശേഷമുള്ള ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം പങ്കെടുത്തിരുന്നു. അപ്പോൾ പാർട്ടി വേദികളിലേക്ക് തിരികെ വരുന്നു എന്ന സൂചനയാണ് ലഭിച്ചത്. PK ശ്രീമതി ഉയർത്തിയതാവട്ടെ M മുകേഷ് MLA രാജിവെക്കേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ വ്യത്യസ്തമായൊരു അഭിപ്രായം എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഔചിത്യപൂർവ്വം ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് മുകേഷ് തീരുമാനമെടുക്കണം സ്വന്തം നിലയ്ക്കെന്ന അഭിപ്രായമാണ് PK ശ്രീമതി ഉയർത്തുന്നത്. അപ്പോൾ ആ വിഷയം ആദ്യം പറയാം, അതിനുശേഷം EP-യിലേക്കും അൻവറിലേക്കും വരാം. അഖിൽ, ഇപ്പോൾ CPM-ന്റെ മുതിർന്ന നേതാവും ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ അഖിലേന്ത്യാ പ്രസിഡന്റുമായ മുൻ മന്ത്രിയുമൊക്കെ ആയിട്ടുള്ള PK ശ്രീമതി ടീച്ചർ പ്രതികരിച്ചു പോയത് മുകേഷ് വിഷയത്തിലാണ്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലേക്ക് പങ്കെടുക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രീമതി ടീച്ചർ അകത്തേക്ക് പോയത്. അപ്പോൾ പ്രതികരിച്ചത് മുകേഷ് വിഷയത്തിലാണ്. സ്വന്തം നിലക്കാണ് ഒരു ധാർമ്മികതയുടെ പേരിലെങ്കിലും മുകേഷ് രാജിവെക്കേണ്ടത് സ്വന്തമായി എടുക്കേണ്ട തീരുമാനം എന്നതാണ് ശ്രീമതി ടീച്ചർ എടുത്തിട്ടുള്ള ഒരു നിലപാട്. അതിൽ പ്രധാനമായും ടീച്ചർ പറയുന്നത് ഉയർന്നു വന്ന ആരോപണങ്ങൾ അറിയാവുന്നത് അതിൽ ആരോപണ വിധേയനായി നിൽക്കുന്ന മുകേഷിനും ആരോപണം ഉയർത്തുന്ന വിക്ടിമിനും മാത്രമാണ് ഇതിലെ നിജസ്ഥിതി പൂർണ്ണമായും അറിയുന്നത്. അതുവരെ കോടതിയുടെ ഭാഗത്തിരിക്കുന്ന ഒരു കേസാണ്, അന്വേഷണം നടക്കുന്നതാണ്. അപ്പോൾ ആ തരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ സ്വന്തം നിലയ്ക്കുള്ള തീരുമാനം എടുക്കേണ്ടത് ധാർമ്മികത എന്ന വാക്ക് തന്നെയാണ് ടീച്ചർ മുകേഷിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. സ്വന്തം നിലയ്ക്ക് ധാർമ്മികതയുണ്ട് എന്നുണ്ടെങ്കിൽ രാജിവെച്ച് മാറി നിന്ന് അന്വേഷണത്തെ നേരിടുന്നതിൽ തെറ്റില്ല എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് ശ്രീമതി ടീച്ചർ. നേരത്തെ CPIയുടെ മുതിർന്ന നേതാവായിട്ടുള്ള ആനി രാജ അടക്കം മുകേഷ് മാറി നിൽക്കണമെന്നൊരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. കാരണം കേരളത്തിലെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അത് ഒരു സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിൽക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലൊരു ആരോപണം വരുമ്പോൾ ഇടതുപക്ഷ MLA തന്നെ ആ സ്ഥാനത്ത് തുടർന്നുകൊണ്ട് പോകുന്നത് ശരിയല്ല എന്ന നിലപാടാണ് CPIയുടെ മുതിർന്ന നേതാവായ ആനി രാജ എടുത്തത്. അപ്പോൾ ആ നിലപാടിന് സമാനമായി തന്നെയാണ് ഇപ്പോൾ CPM-ന്റെ നേതാവായിട്ടുള്ള ശ്രീമതി ടീച്ചർ നിലപാട് എടുത്തിരിക്കുന്നത്. ധാർമ്മികതയുണ്ട് എന്നുണ്ടെങ്കിൽ യുക്തിപൂർണമായി മാറി നിന്ന് കാര്യങ്ങളെ വീക്ഷിക്കണമെന്നതാണ് ഈ മുകേഷിന്റെ കാര്യത്തിൽ ഇപ്പോൾ ശ്രീമതി ടീച്ചറിന്റെ നിലപാടായി പറഞ്ഞു. നേരത്തെ വീണ ചോദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുമ്പോൾ അതിൽ പ്രധാനമായും EP ജയരാജൻ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. LDF കൺവീനർ സ്ഥാനത്ത് നിന്നും EP-യെ മാറ്റി നിർത്തിയതിനു ശേഷമുള്ള ഇന്നലെ മാത്രമാണ് കണ്ണൂരിൽ ഒരു പാർട്ടി പരിപാടിയിൽ, കണ്ണൂരിൽ ഒരു CPM സംഘടിപ്പിച്ച ഒരു പ്രതിഷേധ പരിപാടിയിൽ മാത്രമാണ് EP പാർട്ടി വേദിയിലേക്ക് എത്തുന്നത്. അല്ലാതെ ഒരു പരിപാടിയിലും എത്തില്ല. അതിനു മുമ്പ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ചടയൻ ഗോവിന്ദന്റെ അനുസ്മരണം കണ്ണൂരിൽ സംഘടിപ്പിച്ചപ്പോൾ ആ പരിപാടി പോലും പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ EP ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. EP കേരളത്തിലില്ല എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും EP മാറി നിൽക്കുന്ന, അതായത് എന്തിനാണ് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് EP-യെ മാറ്റിയതെന്നൊരു വ്യക്തമായ ഒരു വിശദീകരണം CPM-ന്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാന സെക്രട്ടറിക്കോ അതിനുശേഷം പുതിയതായി സ്ഥാനമേറ്റെടുത്ത LDF കൺവീനർക്കോ ഒന്നും തന്നെ വിശദീകരിക്കുന്നതിലേക്ക് വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ EP ജയരാജൻ വിഷയത്തിൽ ഏതു തരത്തിലുള്ള ഒരു നിലപാടാണ് ഇപ്പോഴും CPM-നുള്ളത് എന്നുള്ള കാര്യത്തിലും ഒരു അവ്യക്തത തുടരുന്നുണ്ട്. എന്തായാലും EP ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം PV അൻവർ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ P ശശിക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ, പരാതി എന്നിവയാണ്. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി രേഖാമൂലം കഴിഞ്ഞ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി പാർട്ടി സെക്രട്ടറിക്കും നൽകിയിരുന്നു. പക്ഷേ അന്ന് രേഖാമൂലം നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ചർച്ചയ്ക്കെടുക്കുന്ന കാര്യത്തിൽ ചില ബുദ്ധിമുട്ടുണ്ട് എന്ന് CPM വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അതിനുശേഷം അൻവർ രേഖാമൂലം തന്നെ മെയിൽ മുഖാന്തരം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് P ശശിക്കെതിരെയുള്ള പരാതി അൻവർ കൈമാറിയിരുന്നു. അതുകൊണ്ട് സംസ്ഥാന സെക്രട്ടറിക്ക് കിട്ടിയ പരാതി ഇന്ന് സംസ്ഥാന സെക്രട്ടറി പരിശോധിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീണ, ഏതായാലും സെക്രട്ടറിനുള്ളിൽ തന്നെ വിരുദ്ധ അഭിപ്രായങ്ങളുള്ള തരത്തിലൊരു സെക്രട്ടേറിയറ്റ് യോഗമാണ് ഇന്ന് ചേരുന്നത്. പക്ഷേ തീരുമാനം എന്താകും എന്നുള്ളത് ഒരാളിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്ന കാഴ്ച കൂടി നമ്മൾ കാണുന്നതാണ് CPM-ൽ നിന്ന്. ശരി അഖിൽ.